ആരാധകരുടെ ആവേശം, ബാറ്റിന്റെ ഒച്ച, ആ അന്തരീക്ഷത്തിലെ ചൂട് എല്ലാം പഴയപോലെ തിരിച്ചെത്തി. ഒഡി ലോകകപ്പ് കിരീടം നേടി ചരിത്രം കുറിച്ചിട്ട് ആഴ്ചകൾ മാത്രം കഴിഞ്ഞതേയുള്ളൂ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വീണ്ടും കളത്തിലിറങ്ങി. ഇത്തവണ ശ്രീലങ്കയ്ക്കെതിരെ 5 മത്സരങ്ങളുള്ള ഒരു T20 പരമ്പരയ്ക്ക് തിരികൊളുത്താൻ 2025 ഡിസംബർ 21 വിശാഖപട്ടണത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വേദിയൊരുങ്ങി. ഇതൊരു വെറും കളിയായിരുന്നില്ല. രാജ്യമാരുടെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു തിരിച്ചുവരവായിരുന്നു ഇത്. അവരുടെ ആ സുവർണ സ്പർശം, കൂടുതൽ വേഗവും വീറും വേണ്ട T20 ഫോർമാറ്റിൽ എങ്ങനെ ഫലിക്കുമെന്ന് കാണാനുള്ള അവസരം കൂടിയായിരുന്നു ഇത്. അവർ ആരെയും നിരാശപ്പെടുത്തിയില്ല. ആദ്യ പന്ത് മുതൽ ചാമ്പ്യന്മാരുടെ ആത്മവിശ്വാസത്തോടെ കളിച്ച ഇന്ത്യ 8 വിക്കറ്റിന്റെ ഒരു ആധികാരിക വിജയം സ്വന്തമാക്കി. ക്ലച്ച് പ്രകടനങ്ങളുടെ പര്യായമായി മാറിയ ജമീമ റോഡ്രിഗസ് സമ്മർദ്ദങ്ങളെ കൂസാതെ തകർപ്പൻ പുറത്താകാത്ത 69 റൺസെടുത്ത് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. പക്ഷേ ഈ സ്കോർ ബോർഡിനപ്പുറം ഈ മത്സരം ഒരുപാട് കഥകൾ പറയുന്നുണ്ടായിരുന്നു. മാറ്റങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും പഴയ വിജയങ്ങളിൽ മതിമറന്ന് നിൽക്കാതെ മുന്നോട്ട് കുതിക്കുന്ന ഒരു ടീമിന്റെയും കഥ. ഇതൊരു വ്യക്തമായ സന്ദേശമായിരുന്നു ലോകത്തിന്. വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ആധിപത്യം ഇനിയും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഈ വിജയകരമായ തിരിച്ചുവരവ് എങ്ങനെയായിരുന്നു? മുന്നോട്ടുള്ള വെല്ലുവിളികളിൽ ഇത് എന്ത് സൂചനയാണ് നൽകുന്നത്? ആദ്യ T20 മത്സരം നിയന്ത്രിതമായ ആക്രമണത്തിന്റെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ വളർന്നുവരുന്ന ശക്തിക്ക് ഒരു തെളിവ് കൂടിയായിരുന്നു ഇത്. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക അനുവദിച്ച 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസെടുത്തു. മറ്റ് സാഹചര്യങ്ങളിലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇതൊരു വെല്ലുവിളിയാകുമായിരുന്നേനെ. പക്ഷേ ലോകകപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ നിൽക്കുന്ന ഇന്ത്യൻ ടീം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശ്രദ്ധയോടെയാണ് ഈ ലക്ഷ്യം പിന്തുടർന്നത്. ഈ മത്സരത്തിലെ താരം നിസ്സംശയമായും ജമീമ റോഡ്രിഗസ് ആയിരുന്നു. വെറും 44 പന്തിൽ പുറത്താകാതെ നേടിയ 69 റൺസ്, മനോഹരമായ ഷോട്ടുകളും ബുദ്ധിപരമായ ഷോട്ട് തിരഞ്ഞെടുപ്പും കൊണ്ട് ശ്രീലങ്കൻ ബൌളിംഗ് നിരയെ തകർത്തെറിഞ്ഞു. അടിച്ച ഓരോ ബൗണ്ടറിക്കും വലിയ കരഘോഷമുയർന്നു. ഓരോ വേഗമേറിയ സിംഗിളും അവളുടെ മികച്ച കായികക്ഷമയ്ക്ക് തെളിവായിരുന്നു. വെറും റൺസ് നേടുക മാത്രമല്ല, കളിയുടെ താളം നിയന്ത്രിക്കുകയും ലക്ഷ്യത്തിൽ നിന്ന് ഇന്ത്യ വഴിമാറുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ജമീമയുടെ പ്രകടനത്തിന് ശക്തിയേകി സ്മൃതി മന്ദാനയും ചരിത്രം കുറിച്ചു. T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 4000 റൺസ് എന്ന വലിയ നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ട് ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ വനിതാ താരമായി സ്മൃതി മാറി. ഈ മികച്ച കൂട്ടുകെട്ടും വ്യക്തിഗത പ്രകടനങ്ങളും കാരണം ഇന്ത്യ വെറും 14.4 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 122 റൺസ് നേടി അനായാസം വിജയം സ്വന്തമാക്കി. ധാരാളം പന്തുകൾ ബാക്കി നിർത്തിയാണ് ഇന്ത്യ വിജയം ഉറപ്പിച്ചത്. ടീമിന്റെ കരുത്തും സമ്മർദ്ദഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കുന്ന കഴിവും വിളിച്ചോതുന്ന പ്രകടനമായിരുന്നു ഇത്. ലോകകപ്പിലെ അവരുടെ വിജയം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, മറിച്ച് തുടർച്ചയായ മികവിന്റെ അടിത്തറയാണെന്ന് ഈ പ്രകടനം അടിവരയിടുന്നു. ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം കണ്ടപ്പോൾ ശരിക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പരിചയസമ്പന്നരായ കളിക്കാരും മിടുക്കരായ യുവതാരങ്ങളും ഒത്തുചേർന്നത് ഭാവിയിലേക്കുള്ള ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കം പോലെ തോന്നി. ടീമിനെ നയിക്കാൻ പതിവ് പോലെ കരുത്തയായ ഹർമൻപ്രീത് കൗർ ഉണ്ടായിരുന്നു. വിശ്വസ്തയായ സ്മൃതി മന്ദാനയായിരുന്നു ഉപനായക. ലോകകപ്പ് നേടിയ ടീമിലെ പ്രധാന താരങ്ങൾ അതേപടി നിലനിർത്തിയത് T20 വിലയേറിയ അനുഭവസമ്പത്തും വിജയമനോഭാവവും നൽകി. ഓപ്പണിംഗ് ബാറ്ററായ ഷഫാലി വർമ്മ കളത്തിലേക്ക് തിരിച്ചെത്തിയത് ആരാധകരെ ആവേശത്തിലാക്കി. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അവളുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ഒരു പ്രധാന ഘടകമായിരുന്നു. എന്നാൽ ഈ പരിചിതമായ മുഖങ്ങൾക്കപ്പുറം ഈ പരമ്പര 2 യുവതാരങ്ങൾക്ക് ഒരു വഴിത്തിരിവായി. 19-കാരി വൈഷ്ണവി ശർമ്മയും വിക്കറ്റ് കീപ്പർ ജി കമലനെയും ദേശീയ ടീമിൽ ആദ്യമായി ഇടം നേടിയത് ഈ പരമ്പരയിലാണ്. അവരെ ടീമിലെടുത്തത് അടുത്ത തലമുറയിലെ ക്രിക്കറ്റ് താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ടീമിൽ ഉൾപ്പെടുത്താനുമുള്ള വ്യക്തമായൊരു സൂചന നൽകുന്നു. ടീമിന്റെ കരുത്ത് കൂട്ടിക്കൊണ്ട് പേസ് ബോളർ രേണുക സിംഗ് താക്കൂറും തിരിച്ചെത്തി. ഇത് നിലവിലുള്ള ശക്തമായ ബൌളിംഗ് നിരയ്ക്ക് കൂടുതൽ ശക്തി പകർന്നു. മറുവശത്ത് ശ്രീലങ്കൻ ടീമിന്റെ ചുക്കാൻ പിടിച്ചത് അവരുടെ ക്യാപ്റ്റൻ ചാമരി അത്തപ്പത്തുവായിരുന്നു. വിഷ്മി ഗുണരത്നെ, ഹസിനി പെരേര, ഹർഷിത സമരവിക്രമ തുടങ്ങിയ പ്രധാന കളിക്കാർ അവൾക്ക് പിന്തുണ നൽകി. ഇന്ത്യയുടെ മുന്നേറ്റം തടയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇരു ടീമുകളിലുമുള്ള പരിചയസമ്പത്തും പുതുമുഖങ്ങളും ചേർന്ന് ഒരു ആവേശകരമായ പോരാട്ടം ഉറപ്പായിരുന്നു. ഇത് വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ മാറുന്ന മുഖം വ്യക്തമാക്കുന്ന ഒന്നായി മാറി. വലിയൊരു വിജയം നേടിയെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് ഒരു തുറന്ന വിലയിരുത്തൽ നടത്തി. പൂർണ്ണത തേടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് മികച്ച ടീമുകളുടെ മുഖമുദ്ര എന്ന് അവർ ഓർമ്മിപ്പിച്ചു. ബാറ്റിംഗും ബോളിംഗും മികച്ചതായിരുന്നുവെന്ന് ഹർമൻപ്രീത് എടുത്തു പറഞ്ഞു. കണക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നതായിരുന്നു. പക്ഷേ ഫീൽഡിംഗാണ് ഉടൻ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രധാന മേഖലയെന്നും അവർ ചൂണ്ടിക്കാട്ടി. അവരുടെ ആശങ്ക വ്യക്തമായിരുന്നു. എളുപ്പത്തിൽ ജയിച്ച കളിയിലാണെങ്കിൽ പോലും കൈവിട്ട ക്യാച്ചുകൾ നിർണായക മത്സരങ്ങളിൽ ടീമിന് വലിയ തിരിച്ചടിയാകാം. വിശാഖപട്ടണത്തെ ഈർപ്പമുള്ള സാഹചര്യങ്ങൾ ഫീൽഡിംഗ് കുറച്ച് പ്രയാസമുള്ളതാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഒരു ചാമ്പ്യൻ ടീം ഏത് സാഹചര്യത്തിലും അതിനനുസരിച്ച് മാറി മികച്ച പ്രകടനം പുറത്തെടുക്കണമെന്ന് കൗർ ഓർമ്മിപ്പിച്ചു. ക്യാപ്റ്റന്റെ ഈ വിലയിരുത്തൽ വലിയൊരു വിജയം നേടിയിട്ടും ടീം ഒതുങ്ങിയിരിക്കാൻ തയ്യാറല്ലെന്നും കൂടുതൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. നല്ല ടീമിനെയും മികച്ച ടീമിനെയും വേർതിരിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്താഗതിയാണ്. കളിയുടെ എല്ലാ മേഖലകളും മെച്ചപ്പെടുത്താനുള്ള നിരന്തരമായ പരിശ്രമം. ഇന്ത്യൻ വനിതാ ടീമിന് ഓരോ കളിയും ഓരോ പരമ്പരയും വലിയ വെല്ലുവിളികളിലേക്കുള്ള ഒരു ചുവടുവയ്പാണ്. ഈ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ പരിഹരിക്കുന്നത് അവരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഉന്നതങ്ങളിൽ നിലനിർത്താൻ സഹായിക്കും. വിജയം നേടിയിരിക്കുമ്പോൾ പോലും കളിയോടുള്ള ഈ സൂക്ഷ്മമായ സമീപനം അവരുടെ വിജയത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഈ ആദ്യ T20 പോരാട്ടം വെറുമൊരു കളി മാത്രമല്ലായിരുന്നു കേട്ടോ. അവരുടെ ചരിത്രപരമായ ഏകദിന ലോകകപ്പ് വിജയത്തിനു ശേഷം ആവേശകരമായ T20 ലോകത്തേക്ക് ഇന്ത്യൻ വനിതാ ടീം എത്ര അനായാസമായാണ് മാറിയതെന്ന് വ്യക്തമാക്കുന്ന ഒരു നിർണായക നിമിഷമായിരുന്നു ഇത്. ഈ തകർപ്പൻ ജയം 5 മത്സരങ്ങളുള്ള ഈ പരമ്പരയ്ക്ക് ഒരു വലിയ ഊർജ്ജം നൽകി. തുടക്കം തന്നെ ഗംഭീരമാക്കി. വിവിധ ഫോർമാറ്റുകളിലും സ്ഥിരത നിലനിർത്താൻ ടീമിന് കഴിയുമെന്ന് ഇത് തെളിയിച്ചു. അതോടൊപ്പം പുതിയ താരങ്ങളെ തന്ത്രപരമായി ടീമിൽ ഉൾപ്പെടുത്താനുള്ള അവരുടെ മിടുക്കും വ്യക്തമായി. ദീർഘകാല വിജയത്തിന് ഇത് വളരെ അത്യാവശ്യമാണല്ലോ. ഈ ജയം വനിതാ T20 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ നിലയെ തീർച്ചയായും സ്വാധീനിക്കും.
ഒപ്പം വരാനിരിക്കുന്ന അന്താരാഷ്ട്ര ടൂർണമെന്റുകൾക്ക് ഇതൊരു മികച്ച ഒരുക്കമായി മാറും. കാരണം അവിടെ ഓരോ പ്രകടനവും പ്രധാനമാണല്ലോ. കളിക്കാരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മുതൽ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനം വരെ ആരാധകരുടെ ഈ വലിയ പങ്കാളിത്തം കാണിക്കുന്നത് വനിതാ ക്രിക്കറ്റിന് ഒരു വലിയ പ്രേക്ഷകവൃന്ദമുണ്ടെന്നും അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ്. ഇതിനും പുറമെ ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷവും ഫീൽഡിംഗ് മെച്ചപ്പെടുത്തുന്നതിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഊന്നൽ നൽകിയത് ടീമിന്റെ പ്രൊഫഷണൽ സമീപനവും മികച്ച പ്രകടനത്തിനായുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഈ പരമ്പര വെറും കളികൾ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു വിജയ ഫോർമുലയെ കൂടുതൽ മെച്ചപ്പെടുത്താനും ഭാവി താരങ്ങളെ വാർത്തെടുക്കാനും ആഗോള വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കാനും കൂടിയാണ്. യാത്ര തുടരുകയാണ്. ഈ ശക്തമായ തുടക്കത്തോടെ പ്രതീക്ഷകൾ എന്നത്തേക്കാളും ഉയരത്തിലാണ്.